ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ സച്ചിയുടെ രേവതിയുടെ പിണക്കത്തിലൊടുവിൽ നമ്മുടെ രേവതിയെ കാണാതായിരിക്കുകയാണ്. ആ ഒരു സങ്കടത്തിലാണ് സച്ചി ഉള്ളത്. സച്ചിയും ഈച്ചയും കൂടി പലയിടങ്ങളിൽ രേവതിയെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയും രേവതിയെ കണ്ടെത്താനാവുന്നില്ല കേട്ടോ. അവസാനം സച്ചി അമ്പലനടയിൽ ചെന്ന് കരഞ്ഞുകൊണ്ടിന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം രവിനെ വിളിക്കുന്ന സമയത്താണ് രവി പറയുന്നത്, ഇനിയും നോക്കി നിന്നിട്ട് കാര്യമില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പറയാം കേട്ടോ. അങ്ങനെ രവിയുടെ നിർദ്ദേശപ്രകാരം തന്നെ സച്ചിയും ഈച്ചയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിന് മുന്നേയും സച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു പോലീസ് കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, രേവതി തിരികെ വരുമായിരിക്കും എന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് എന്തായാലും നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ടീച്ചർ പോലീസ് സ്റ്റേഷനകത്തേക്ക് അവിടെ ചെല്ലുന്ന സമയത്താണ് സച്ചിയെ ഞെട്ടിച്ചുകൊണ്ടൊരു കാഴ്ച കാണുന്നത്. തനിക്കെതിരെ, അതായത് രേവതിയെ കാണാനില്ല, ഭർത്തൃ വീട്ടിൽ പീഡനം, മാത്രമല്ല മദ്യപിച്ചു എന്ന് ഭർത്താവ് തല്ലുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് സച്ചിക്കെതിരെ പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു വിവരം പോലീസുകാരൻ മുഖേന സച്ചി അറിയുന്ന സമയത്ത് സച്ചിക്ക് ഒരു ഷോക്ക് ആവുന്നുണ്ട്. അതിനുശേഷം സച്ചിയുടെ സംസാരത്തിലൂടെ തന്നെ പോലീസുകാരന് മനസ്സിലാവുകയാണ് സച്ചി നിരപരാധിയാണ്, സച്ചി എത്രത്തോളം ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അങ്ങനെ പോലീസുകാരൻ സച്ചിയോട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ ഭാര്യ വരുമോ എന്ന് 24 മണിക്കൂർ കഴിയാൻ നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനാവുകയില്ല, നിങ്ങളുടെ ഭാര്യ ഇന്ന് വന്നില്ല എന്നാണ്, നാളെ തീർച്ചയായും വന്ന് കംപ്ലൈൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തോ നമ്മുടെ രേവതി അവിടെ കാണുന്ന സമയത്ത് സങ്കടവും ദേഷ്യ കാരണം വേഗം തന്നെ രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ തന്നെ രേവതിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട് സച്ചി. ആ ഒരു സമയത്താണ് രേവതി എവിടെ പോയതാണെന്നും ആരോട് പറഞ്ഞിട്ടാണ് താൻ അവിടെ നിന്ന് പോയത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ രേവതി പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ ആ വീഡിയോ കാണണം കേട്ടോ. അപ്പം നമ്മുടെ വിഷയം എന്നത് രേവതിയുടെ കട കോർപ്പറേഷൻകാർ കൊണ്ടുപോകാനുണ്ടായ മുഖ്യ കാരണം ശ്രുതിയും ചന്ദ്രയുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു സംശയം സച്ചിക്കും ഉണ്ടല്ലേ, സച്ചിക്ക് മാത്രമല്ല രവിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ പല തവണകളായിട്ട് രവിയും സച്ചിയും എല്ലാം തന്നെ ഇതേപ്പറ്റി കുത്തിക്കൊളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ശ്രുതിയും ചന്ദ്രൻ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ അറിയാതെ തന്നെ ചന്ദ്രയുടെ വാലിൽ നിന്ന് ആ ഒരു സത്യം പുറത്തേക്ക് വരുവാണ് കേട്ടോ. അതായത് നമ്മുടെ രേവതി ഇങ്ങനെ പൂക്കൾ വിൽക്കാനായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ചന്ദ്രയെ കാണാനായിട്ട് ഭാമ വരുന്നുണ്ട്. ഭാമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയുടെ കയ്യിൽ നിന്ന് പൂക്കൾ മേടിക്കാനായിട്ട് ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വരിക. വന്ന ഉടനെ തന്നെ പൂ വിൽക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന സമയത്ത് എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വളരെ മോശമായ രീതിയിൽ തന്നെ വന്നിരിക്കുന്ന സ്ത്രീയോടായിട്ട് ചന്ദ്ര പെരുമാറുകയാണ്. ആ ഒരു സമയത്ത് പൂ മേടിക്കാൻ വന്ന സ്ത്രീ അകത്തേക്ക് നോക്കിയിട്ട് പറയണേ, പൂവിട്ട പൈസ കൊണ്ടല്ലേ ഇത്ര വലിയ വീട് പണിത്, എന്നിട്ടും ഇത്ര അഹങ്കാരം പാടില്ല, നിങ്ങളായിരിക്കുമല്ലേ പൂ വിൽക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയോട് ചോദിക്കുന്ന സമയത്ത് ഒന്നാമത് രേവതിയുടെ പൂക്കളെ ഒന്നും തന്നെ ചന്ദ്രയ്ക്ക് കാണാൻ പാടില്ല. അതിനിടയിൽ തന്നെ അവരോട് ദേഷ്യപ്പെട്ട് തല്ലാനായിട്ട് ചെല്ലുന്നുണ്ട് ചന്ദ്ര. ആ ഒരു സമയത്ത് ഭാമയാണ് കേട്ടോ തടഞ്ഞു നിർത്തുന്നത്. അങ്ങനെ ഭാമ സമാധാനിപ്പിച്ച് നിർത്തുന്നതിനിടയിൽ തന്നെ ചന്ദ്ര അറിയാതെ പറയുന്നുണ്ട്, ഒരു കണക്കിനാണ് അവക്കടെ കട ഞാൻ കോർപ്പറേഷൻകാരെ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് മാറ്റിയത്, എന്നിട്ട് ഇപ്പോൾ അതേ വീണ്ടും പൂക്കളുമായിട്ട് വണ്ടിയിൽ വെച്ച് വിൽക്കാൻ നടക്കുന്നു എന്നെല്ലാം തന്നെ പരിസരം മറന്നുകൊണ്ട് തന്നെ ചന്ദ്ര ഉറക്കെ വിളിച്ച് പറയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭാമ കേൾക്കുന്നുണ്ട്. വേഗം തന്നെ ഭാമ പറയുന്നുണ്ട്, എടി പാപി നീയാണല്ലേ, അപ്പോൾ ആ പാവ പെങ്കൊച്ചിൻ്റെ കട പൊളിച്ചു മാറ്റിയ കോർപ്പറേഷൻകാരോട് വിളിച്ചു പറഞ്ഞ ആൾ നീയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നു പോയതാണ് ഈ ഒരു രഹസ്യം, എനിക്കും ശ്രുതിക്കും മാത്രമേ അറിയാവുള്ളൂ, ഇപ്പം നിനക്കും അറിയാം, മറ്റാരോട് നീ പറയരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് നിൻ്റെ എല്ലാ കള്ളത്തിനും കൂട്ടു നിന്നിട്ടുള്ളത് ഞാൻ, എന്തായാലും ഈ ഒരു കള്ളത്തിനും കൂടെ ഞാൻ മറച്ചു വെച്ചോളാം എന്ന് ഭാമ പറയുകയാണ്. അങ്ങനെ മൂന്നാമതൊരാളും കൂടെ, അതായത് ശ്രുതിയും ചന്ദ്ര ഒഴികെ മൂന്നാമതൊരാളും കൂടിയിട്ട് നമ്മുടെ രേവതിയുടെ ചന്ദ്രയും ശ്രുതിയും കാണിച്ച ആ ഒരു വലിയ ദ്രോഹം അറിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.